ഓണക്കല്ലേ വരാൻ പോകുന്നത്. നമ്മൾ കഴിയുമ്പോൾ കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഓണത്തിനൊക്കെ കളിപ്പിക്കാൻ പറ്റിയ മുതലുകളാണ്. ഫാമിലിക്കാണെങ്കിലും ചെക്കന്മാർക്കൊക്കെ ആണെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റിയ മുതൽ നമ്മളെ കൈമണ്ട് ഗിയർലെസ് ആണെങ്കിലും ബൈക്ക് ടൈപ്പ് ആണെങ്കിലും പല ബഡ്ജറ്റുള്ള വണ്ടികൾ നമ്മളെ കൈമ സ്റ്റോക്ക് ഉണ്ട്. ഏതായാലും നമ്മളെ കൈമുള്ള വണ്ടികളൊന്നും നമ്മൾ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെ 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ആക്റ്റീവാണ്. ആക്റ്റീവ് 5G ആണ് ഇട്ട് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. അത്യാവശ്യം മോശമില്ലാത്ത നല്ല 2 ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 2000 മോഡൽ 2000 മോഡൽ സ്പ്ലെൻഡറാണ്. 2000 മോഡൽ സ്പ്ലെൻഡർ 2025 ഡിസംബർ വരെയാണ് പേപ്പർ വരുന്നത്. 28,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു ബിൽ ആവറേജ് ഒക്കെ ആയിട്ടാണ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നത്. പേപ്പറും കാര്യങ്ങളൊക്കെ നിലവിൽ വാലിഡനാണ് വരുന്നത്. 2025 ഡിസംബർ വരെ പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെക്കാനിക്കലി 2 വണ്ടി നോക്കുകയാണ്, വേറെ മേജർ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ 2002 മോഡൽ സ്പ്ലെൻഡർ നമ്മുടെ കൈമ സ്റ്റോക്ക് ഉണ്ട്. സ്പ്ലെൻഡർ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞതിന് മുന്നേ 2002 മോഡലാണ്. 2027 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. 2 പുതിയ ടയർ വരുന്നുണ്ട്, പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് മാത്രം വണ്ടി ഇത്രയും കാലമായിട്ട് ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ 2020 മോഡൽ NS 160 ആണ് കേട്ടോ. NS നോക്കുകയാണെങ്കിൽ ചെറിയൊരു രീതിയിൽ പിസ്റ്റൺ പണി തുടങ്ങുന്നുണ്ട്. പിസ്റ്റൺ പണി ഒരു 5 റുപ്യ 6 റുപ്യ റേഞ്ചിലുള്ള പണി കാണേണ്ടി വരും. മോശമില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2020 മോഡൽ വണ്ടിയാണ്. അതുപോലെ 2016 മോഡൽ പൾസറാണ്. 2016 മോഡൽ പൾസറാണ്. ബാക്കിൽ പുതിയ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ ബാറ്ററിയാണ് വരുന്നത്. മീറ്ററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അഥവാ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ വർക്കിങ്ങിനാണ് വരുന്നത്. ബാക്കിൽ പുതിയ ടയറാണ് വരുന്നത്. പിന്നെ ഇൻഷുറൻസും പുതിയ ബാറ്ററി വരുന്നുണ്ട് കേട്ടോ. സെൽഫൊക്കെ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ചെക്കന്മാർക്കൊക്കെയാണ് കളിപ്പിക്കാൻ പറ്റും. 2016 മോഡലിൽ വരുന്ന RS 200 ആണ്. ഇങ്ങനെയുണ്ട് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ. കിടിലൻ ഹെഡ്ലൈറ്റ് തന്നെയല്ലേ വരുന്നത്. നല്ല മൂങ്ങിൻ്റെ ഒക്കെ ഒരു ഇതാണ് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതും പറഞ്ഞതുപോലെ 2016 മോഡൽ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 75,000 രൂപയാണ് കേട്ടോ. വേറെ മേജർ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. ബ്ലാക്കിൽ നല്ല ലുക്ക് വരുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2016 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. അതുപോലെ 2018 മോഡൽ എൻഡോർക്കാണ്. എൻഡോർക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നോക്കണ വേറെ മേജർ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്ത് പോകുന്നതാണ്. കമ്പനിയിൽ തന്നെ ആയിട്ട് 2 സർവീസും കൂടി ബാലൻസും വണ്ടിക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ വണ്ടികൾ നോക്കുകയാണെങ്കിൽ വേറെ മേജർ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. NS പറഞ്ഞതുപോലെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതല്ലാതെ വേറെ വണ്ടികൾക്കൊന്നും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടികളെ കൂടുതൽ ഡീറ്റെയിൽസ് ആരെയും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നമ്മൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളി. വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വിളിച്ചോളി. കോൺടാക്ട്